ഇന്ന് വീണ്ടും ഒരു അഡീനിയത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ വീഡിയോയിൽ ഒരു ബോൺസായി അഡീനിയം എങ്ങനെ പ്രൂൺ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു 5-6 വർഷം പഴക്കമുള്ള ഒരു അഡീനിയമാണ് ഇന്ന് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത്. നിങ്ങളിൽ പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും അഡീനിയത്തിൻ്റെ പ്ലാന്റ് ഉള്ളതായിരിക്കും. അങ്ങനെ അഡീനിയത്തിൻ്റെ പ്ലാന്റ് ഉള്ളവരാണെങ്കിൽ അത് പ്രൂണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും അത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതിന് പുതിയ ബ്രാഞ്ചസ് വരികയും അതിലൂടെ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഇതാണ് ഇന്ന് പ്രൂണിങ് ചെയ്യാൻ പോകുന്ന അഡീനിയം. ഇത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു അഡീനിയമാണ്. അതിൻ്റെ കോഡെക്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ കോഡെക്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഈ കോഡെക്സ് ഒക്കെ സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ കോഡെക്സ് ഡാർക്കൻ കളറിലായിട്ടാണ്, ഒരു ഇരുണ്ട കളറിലായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള നശിച്ചു പോകാറായ അഡീനിയവും ഇങ്ങനെ പ്രൂണിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് നന്നായിട്ട് ഹെൽത്തിയാക്കി എടുക്കാനായിട്ട് കഴിയും. റെയിനി സീസണിൽ നമ്മൾ അഡീനിയം പ്രൂണിങ് ചെയ്യാൻ പാടില്ല. കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പം റെയിനി സീസൺ ആണെങ്കിൽ അതിന് കൂടുതൽ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു സീസണിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫംഗസിൻ്റെ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാഫാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഏത് കടയിൽ ചെന്നിട്ടും സാഫ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ പ്രൂണിങ് ചെയ്യാൻ വേണ്ടത് നമുക്ക് നല്ലൊരു ബ്ലേഡാണ്. അത് പുതിയ ബ്ലേഡ് ആയിരിക്കണം. ഇനി നമുക്ക് പുതിയ ബ്ലേഡ് നമ്മുടെ കയ്യിലില്ല, ഒരു സ്റ്റീൽ കത്തിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ നമുക്കൊരു 10-15 മിനിറ്റ് അതിട്ട് ഒന്ന് അണുനശീകരണം നടത്തിയതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ബ്രാഞ്ച് കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് ദ്രാവക രൂപത്തിൽ നമുക്കൊരു സെക്രീഷൻ കാണാൻ പറ്റും. അത് നമ്മളൊരു ടിഷ്യൂവോ കോട്ടൺ തുണിയോ, അത് ക്ലീൻ ആയിരിക്കണം, അത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വീണ്ടും വീണ്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം. കട്ട് ചെയ്ത ഭാഗം നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫംഗിസൈഡ് ആഡ് ചെയ്യുക. അതിനുശേഷം അതൊരു കുഴമ്പ് രൂപത്തിലാക്കണം. നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് മാക്സിമം നമ്മുടെ കയ്യിലാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇയർബഡ്സോ മറ്റോ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് മുക്കിയിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ ഈ പേസ്റ്റ് കുട്ടികളിലേക്ക് എത്തിച്ചേരാതെ സേഫായിട്ട് സൂക്ഷിക്കണം. പിന്നെ ബാക്കി വരുന്ന ഫംഗിസൈഡ് നമുക്കൊരു റബ്ബർ ബാൻഡോ മറ്റോ ഇട്ടിട്ട് എയർ കയറാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. പിന്നീട് ആവശ്യത്തിനായിട്ട് എടുക്കാം. എക്സ്പയറി ഡേറ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ഉള്ളതിലൊരു 3-4 അഡീനിയമാണ് നമ്മൾ ഇന്ന് പ്രൂണിങ് ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത്ര ഹെൽത്തി അല്ലാത്ത ഒരു അഡീനിയവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത സീസൺ ആകുമ്പോഴേക്കും അതിലും ബ്രാഞ്ചസ് ഒക്കെ ആയി ഫ്ലവേഴ്സൊക്കെ ആകും. സാധാരണ നമ്മൾ അഡീനിയത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് സോയിൽ ഡ്രൈ ആകുന്നതായി കാണുമ്പോഴാണ്. നന്നായിട്ട് വെള്ളം പോകാതെ ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ട് നശിച്ചു പോകും. അങ്ങനെയാണ് നമ്മുടെ കോഡെക്സ് ഒക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഡാർക്കനായിട്ടൊക്കെ നശിച്ചു പോകുന്നത്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രാഞ്ചസ് ആണിത്. ഇത് നമുക്ക് ഒന്ന് നട്ടു നോക്കാം. നടുമ്പോൾ വെള്ളം കൂടുതൽ കെട്ടിക്കിടക്കാതെ ഒഴുകി പോകുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി നമുക്ക് ആദ്യം ചട്ടിയിൽ ഗ്രാവലിടാം. ഗ്രാവലിട്ടിട്ട് കുറച്ച് സോയിലും ബോൺ മീൽ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടൻ്റാണ്. ഫോസ്ഫറസ് ധാരാളം ആവശ്യമാണ് അഡീനിയത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സോയിലും ബോൺ മീലും കൂടി ഇട്ടിട്ട് അതിന് മുകളിൽ വീണ്ടും ഒരു ലെയർ ഗ്രാവലിട്ടിട്ട് നമുക്ക് അതിലേക്ക് അഡീനിയം നടാം. അങ്ങനെ നമുക്ക് വേര് പിടിപ്പിച്ച് പുതിയ തൈകളാക്കി മാറ്റിയെടുത്ത് വേറെ പോട്ടിലേക്ക് മാറ്റി നടാം. എപ്സം സോൾട്ട് നമുക്ക് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാം. എപ്സം സോൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് അഡീനിയത്തിന് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഓരോ വസന്തകാലത്തിന് മുൻപ് നമുക്ക് നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളം നമുക്ക് മേടിച്ചിട്ട് അഡീനിയത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയും നമുക്ക് അഡീനിയത്തിൽ കൂടുതൽ ഫ്ലവറിങ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ പ്ലാന്റ് മഴയൊന്നും കൊള്ളാതെ അധികം വെയിലും കൊള്ളാതെ നമുക്കൊരു ഷെയ്ഡിൻ്റെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. ഇത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു അഡീനിയമാണ്. ഇതിൻ്റെ കോഡെക്സ് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് വർഷങ്ങളുടെ പഴക്കം അതിനുണ്ടെന്ന്.
ഇന്ന് ഇത്രയേ ഉള്ളൂ. അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നുമായിട്ട് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. തൈകൾ വേണ്ടവർ പറഞ്ഞാൽ അയച്ചു തരാം കേട്ടോ.